പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും +1 മാത്തമാറ്റിക്സ് ഫോക്കസ് ഏരിയ ബേസ്ഡ് റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തത് കോണിക് സെക്ഷൻ്റെ ഒന്നാമത്തെ ഭാഗമായിരുന്നു. കോണിക് സെക്ഷനിൽ നമുക്കറിയാം, ഫോക്കസ് ഏരിയയിൽ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്: പരാബോളയും എലിപ്സും. പരാബോള കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തു. നിങ്ങളത് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് കോണിക് സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എലിപ്സ്. എലിപ്സിൽ നിന്നാണ് സാധാരണഗതിയിൽ എക്സാമിന് ചോദ്യങ്ങൾ വരാറുള്ളത്. എന്താണ് ഒരു എലിപ്സ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഈ ഒരു രൂപത്തിനെയാണ് നമ്മൾ എലിപ്സ് എന്ന് വിളിക്കുക. ഇവിടെ നമ്മൾ രണ്ട് ഫിക്സഡ് പോയിന്റ്സ് കാണുന്നുണ്ട്. റെഡ് കളർ കൊണ്ട് കാണിച്ചിട്ടുള്ള രണ്ട് പോയിന്റ്സ് കാണുന്നുണ്ട്. രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഒന്നാമത്തതിന് F1 എന്ന് കൊടുക്കുന്നു, രണ്ടാമത്തതിന് F2 എന്ന് കൊടുക്കുന്നു. ഈ കാണിച്ചിരിക്കുന്ന ചിത്രം ഒരു എലിപ്സ് ആകാനുള്ള കണ്ടീഷൻ ശ്രദ്ധിക്കൂ. ഈ ചിത്രത്തിലെ ഒരു പോയിന്റ് ഞാൻ എടുത്തു, എ എന്നുള്ള പോയിന്റ് ഞാൻ എടുക്കുമ്പോൾ എയിൽ നിന്ന് F1ലേക്ക് ഒരു ഡിസ്റ്റൻസ് കാണും, അതേപോലെ എയിൽ നിന്ന് F2ലേക്കും ഡിസ്റ്റൻസ് കാണും. ആ രണ്ട് ഡിസ്റ്റൻസുകൾ നമുക്ക് ആഡ് ചെയ്താൽ AF1 പ്ലസ് AF2 എന്ന് കിട്ടും. AF1 പ്ലസ് AF2 എന്താണോ അത് തന്നെയാണ് BF1 പ്ലസ് BF2 കിട്ടേണ്ടത്. അത് തന്നെയാണ് ഇവിടെ ഞാനൊരു പോയിന്റ് എടുത്തു എന്ന് കരുതുക, PF1 പ്ലസ് PF2 കിട്ടേണ്ടത്. ആ P ഇവിടെയാണെങ്കിൽ PF1 പ്ലസ് PF2 കിട്ടേണ്ടതും നേരത്തെ പറഞ്ഞ AF1 പ്ലസ് AF2 തന്നെയാണ്. ഈ എലിപ്സിലെ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ നിന്ന് ഈ രണ്ട് ഫിക്സഡ് പോയിന്റുകളിലേക്കുള്ള ഡിസ്റ്റൻസുകളുടെ സമ്മ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അത്തരം പോയിന്റുകളുടെ സെറ്റിനെയാണ് നമ്മൾ എലിപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എലിപ്സ് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഈ എലിപ്സിലെ ഏതൊരു പോയിന്റ് നാം എടുത്താലും ആ പോയിന്റിൽ നിന്ന് ഈ രണ്ട് ഫിക്സഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസുകളുടെ സമ്മ് കോൺസ്റ്റന്റ് ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എലിപ്സ് എന്ന് വിളിക്കുന്നത്. എലിപ്സിലെ ഈ രണ്ട് ഫിക്സഡ് പോയിന്റ്സിന് വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ഒന്നാമത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റ്, രണ്ട് ഫിക്സഡ് പോയിന്റ്സ് ഉണ്ട്. ഓരോ ഫിക്സഡ് പോയിന്റിനെയും നമ്മൾ വിളിക്കുന്ന പേര് ഫോക്കസ് എന്നാണ്. അപ്പൊ എലിപ്സിന് രണ്ട് ഫോക്കസ് ഉണ്ട്. ഓക്കെ, എലിപ്സിന്റെ രണ്ട് ഫോക്കസ് ആണ് നിങ്ങൾ കാണുന്നത്. രണ്ടിനെയും ഒരുമിച്ച് പ്ലൂരലായിട്ട് ഫോസൈ എന്ന് വിളിക്കാം. അപ്പൊ എലിപ്സിന്റെ ഫോസൈകളാണ് F1 ആൻഡ് F2. ഓക്കെ, അപ്പൊ എന്താണ് ഫോക്കസ് എന്ന് മനസ്സിലായി. ഇനി ഈ രണ്ട് ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈന് കണ്ടല്ലോ നിങ്ങൾ. ആ രണ്ട് ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ലൈന് നമ്മൾ ആക്സിസ് ഓഫ് ദി എലിപ്സ് എന്നാണ് വിളിക്കുക. ആക്സിസ് ഓഫ് ദി എലിപ്സ്, എലിപ്സിന്റെ ആക്സിസ് എന്ന് വിളിക്കും. ആക്സിസ് എലിപ്സുമായിട്ട് മീറ്റ് ചെയ്യുന്ന രണ്ട് പോയിന്റ് നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ. ആക്സിസ് എലിപ്സുമായിട്ട് മീറ്റ് ചെയ്യുന്ന രണ്ട് പോയിന്റുകളാണ്, ഒന്ന് V1 മറ്റൊന്ന് V2. ഈ രണ്ട് പോയിന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെർട്ടെക്സ് ഓഫ് ദി എലിപ്സ്. ഓക്കെ, വെർട്ടെക്സ്. ഇതേ കാര്യം നമ്മൾ പരാബോളയിലും പറഞ്ഞിട്ടുണ്ട്. ആക്സിസ് പരാബോളയുമായിട്ട് മീറ്റ് ചെയ്യുന്നതിനെ വെർട്ടെക്സ് എന്ന് വിളിക്കുന്ന പോലെ ആക്സിസ് എലിപ്സുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഈ രണ്ട് പോയിന്റുകളെ വെർട്ടെക്സ് എന്ന് വിളിക്കും, ഒരുമിച്ച് വെർട്ടീസസ് എന്ന് വിളിക്കും. അപ്പൊ എന്തൊക്കെ പഠിച്ചു? രണ്ട് ഫിക്സഡ് പോയിന്റുകളെ ഫോക്കസ് എന്ന് വിളിക്കും, ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ലൈന് ആക്സിസ് എന്ന് വിളിക്കും, ആക്സിസ് എലിപ്സുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ വെർട്ടെക്സ് എന്ന് വിളിക്കും. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഇങ്ങനെ ഒരു എലിപ്സ് ഉണ്ടെങ്കിൽ ആ എലിപ്സിന്റെ ഇക്വേഷൻ എന്താണ് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ എലിപ്സ് വരച്ചിരിക്കുന്ന റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ്. അതായത് ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. എക്സ് ആക്സും വൈ ആക്സും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് നമ്മുടെ ഒറിജിൻ എന്ന് നമ്മൾ പറയാറുണ്ട് സാധാരണ അല്ലെ. നമ്മൾ ഈ ഒരു പോയിന്റിനെ എലിപ്സിന്റെ സെന്റർ എന്നാണ് പറയുക. എലിപ്സിന്റെ സെന്റർ ആണ് 0 0 എന്ന് പറയാം. എലിപ്സിന്റെ സെന്റർ ആണ് 0 0. ഈ രൂപത്തിലുള്ള ഒരു എലിപ്സിന്റെ ഇക്വേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഈ രൂപത്തിലുള്ള എലിപ്സിന്റെ ഇക്വേഷൻ, അതായത് സെന്റർ 0 0യും ആക്സിസ് സെന്റർ 0 0യും
ആക്സിസ് എക്സ് ആക്സുമായിട്ട് വരുന്ന എലിപ്സിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന എലിപ്സിന്റെ ഇക്വേഷൻ കിട്ടിയല്ലോ. എന്താ ഈ എലിപ്സിന്റെ ഇക്വേഷൻ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. ഈ എലിപ്സിന്റെ ഇക്വേഷൻ ആണ് കണ്ടത് നിങ്ങൾ. എസ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. എന്തൊക്കെയാ പ്രത്യേകത? സെന്റർ 0 0 ആണ് അല്ലെ, ഫോക്കസ് എക്സ് ആക്സിലാണ് അല്ലെങ്കിൽ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. അത്തരം ഒരു എലിപ്സിന്റെ ഇക്വേഷൻ ആണ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവും, ആരാണ് എ ആരാണ് ബി എന്നൊക്കെ. എ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ഫോക്കസ് കണ്ടു അല്ലെ, വെർട്ടെക്സ് കണ്ടു അല്ലെ, V1 ആൻഡ് V2. V2വിന്റെ കോർഡിനേറ്റ്സ് ആണ് A0 എന്ന് പറയുന്നത്. V2വിന്റെ കോർഡിനേറ്റ്സ് ആണ് A0. അതായത് സെന്ററിൽ നിന്ന് 0 0യിൽ നിന്ന് V2വിലേക്കുള്ള ദൂരമാണ് A. ആ എ ആണ് എസ് സ്ക്വയർ ബൈ എ സ്ക്വയറിലെ എ എന്ന് പറയുന്നത്. V2വിന്റെ കോർഡിനേറ്റ്സ് A0 ആണെങ്കിൽ എന്തായിരിക്കും V1ന്റെ കോർഡിനേറ്റ്? വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ചിത്രം കണ്ടാൽ ചിത്രം സിമെട്രിക് ആണ് y ആക്സിസിന്. അതുകൊണ്ട് ഇങ്ങോട്ട് എ ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് എക്സ് ആക്സിന്റെ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് നെഗറ്റീവ് എ ആയിരിക്കും. അപ്പോ V1ന്റെ കോർഡിനേറ്റ് ആരാ? നെഗറ്റീവ് A0. അപ്പൊ എ ആരാണ് എന്ന് മനസ്സിലായി. ഇനി ബി ആരാണെന്ന് നോക്കാം. ഇവിടെ എ എന്നുള്ളൊരു പോയിന്റ് കണ്ടില്ലേ നിങ്ങൾ? കണ്ടു അല്ലെ. ആ എയുടെ കോർഡിനേറ്റ് ആണ് 0B എന്ന് പറയുന്നത്. എയുടെ കോർഡിനേറ്റ് ആണ് 0B എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 0B. അങ്ങനെയാണെങ്കിൽ ബിയുടെ കോർഡിനേറ്റ് എന്തായിരിക്കും? ബിയുടെ കോർഡിനേറ്റ് 0 - B ആയിരിക്കും. ഈ 0B അല്ലെങ്കിൽ സെന്ററിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ആയ ബി ആണ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയറിലെ ബി എന്ന് പറയുന്നത്. അപ്പൊ എ എന്താണെന്ന് മനസ്സിലായി, ബി എന്താണെന്ന് മനസ്സിലായി. സെന്ററിൽ നിന്ന് വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എ ആണെന്ന് പറഞ്ഞു, സെന്ററിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ബി ആണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും സെന്ററിൽ നിന്നും ഫോക്കസിലേക്കും ഒരു ഡിസ്റ്റൻസ് വേണം അല്ലെ. സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് അപ്പൊ ആരായിരിക്കും? ഒന്ന് എയും ഒന്ന് ബിയും ആണെങ്കിൽ സെന്ററിൽ നിന്ന് ഫോക്കസിലേക്ക് എന്തായിരിക്കും ഡിസ്റ്റൻസ് വരിക? സി ആണ് ഡിസ്റ്റൻസ്. അപ്പൊ F2 എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ് ഞാൻ ഇപ്പുറത്ത് എഴുതുന്നുണ്ട്. F2 എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ് C0 ആണ്. F2വിന്റെ കോർഡിനേറ്റ് C0. അതായത് 0 0യിൽ നിന്ന് F2ലേക്കുള്ള ഡിസ്റ്റൻസ് C ആണ്. അങ്ങനെയാണെങ്കിൽ F1ന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? -C0. അത് ഇവിടെ പോസിറ്റീവ് ആകുമ്പോൾ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് എന്ന് വരും. അപ്പൊ 3 നമ്പറുകൾ നമ്മൾ കണ്ടു അല്ലെ. എ സെന്ററിൽ നിന്ന് വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, ബി സെന്ററിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, സി സെന്ററിൽ നിന്ന് F2ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇത്രയും നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നോക്കൂ നിങ്ങൾ, ആക്സിസ് എന്താ? ആക്സിസ് ഫോക്കസിലൂടെ കടന്നു പോകുന്ന ലൈനാണ്. ഇനി V1 മുതൽ V2 വരെ ഉള്ള ഈ ലൈൻ സെഗ്മെന്റ് കണ്ടോ? ഞാൻ ബ്ലൂ ഡോട്ടഡ് ലൈൻ ആയിട്ട് സൂചിപ്പിച്ച് കണ്ടോ നിങ്ങൾ? V1 മുതൽ V2 വരെ ഉള്ള ഒരു ലൈൻ സെഗ്മെന്റ്. ആ ലൈൻ സെഗ്മെന്റിനെ നമ്മൾ ഒരു പേര് വിളിക്കാറുണ്ട്. ഈ ലൈൻ സെഗ്മെന്റ് V1 മുതൽ V2 വരെ ഉള്ള ഈ ലൈൻ സെഗ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മേജർ ആക്സിസ്. എന്താ വിളിക്കുക? മേജർ ആക്സിസ്. മേജർ എന്ന് പറഞ്ഞാൽ വലുത് എന്ന്. 2 ആക്സിസ് നമുക്ക് പറയാനുണ്ട്. അതിൽ വലിയ ആക്സിസ് ആണ് ആര്? മേജർ ആക്സിസ് അല്ലെങ്കിൽ V1 മുതൽ V2 വരെ ഉള്ള ആ ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കാറുള്ളത്. ഇനി ഇവിടെ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ സെഗ്മെന്റ് കണ്ടോ? AB കണ്ടില്ലേ? AB എന്നുള്ള ലൈൻ സെഗ്മെന്റ് വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ സെഗ്മെന്റ്. ആ ലൈൻ സെഗ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരിക്കും? ഈ ലൈൻ സെഗ്മെന്റ് ആദ്യം പറഞ്ഞ ലൈൻ സെഗ്മെന്റിനേക്കാൾ ചെറുതാണ് അല്ലെ. അപ്പോ ഈ ലൈൻ സെഗ്മെന്റിന് നമ്മൾ വിളിക്കുന്ന പേര് മൈനർ ആക്സിസ് എന്നാണ്. ഈ ലൈൻ സെഗ്മെന്റിന് എന്താ വിളിക്കുക? മൈനർ ആക്സിസ്. മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന V1 മുതൽ V2 വരെയുള്ള ആക്സിസിന്റെ പേരാണ് മേജർ ആക്സിസ്. ഓക്കെ, മൈനർ ആക്സിസ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടു. AB എന്നുള്ള ലൈൻ സെഗ്മെന്റിന്റെ പേരാണെന്ത്? മൈനർ ആക്സിസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതെന്താണെന്ന് അറിയോ? എലിപ്സിലെ പ്രധാനപ്പെട്ട 3 നമ്പറുകളാണ് എയും ബിയും സിയും. എന്താണ് ഈ എയും ബിയും സിയും തമ്മിലുള്ള ബന്ധം എന്നൊന്ന് നോക്കാം. നോക്കൂ ചിത്രത്തില് ഓയിൽ നിന്ന് ശ്രദ്ധിക്കണം നന്നായിട്ട്. ഓയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് വിളിക്കുമെന്നാ പറഞ്ഞത്? എന്താണ് ആ ഡിസ്റ്റൻസ്? ഓയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അത് ബി ആണ് എന്ന് അല്ലെ. ഓയിൽ നിന്ന് F2ലേക്കുള്ള ഡിസ്റ്റൻസോ? ഓയിൽ നിന്ന് F2ലേക്കുള്ള ഡിസ്റ്റൻസ് സി ആണ് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഓയിൽ നിന്ന് F2ലേക്കുള്ള ഡിസ്റ്റൻസ് സി ആണ്. ഇനി ഞാൻ ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ, എയിൽ നിന്ന്
നന്നായിട്ട് ശ്രദ്ധിക്കണം. എയിൽ നിന്ന് ഞാൻ എങ്ങോട്ടൊരു ലൈന് വരക്കുന്നു, എയിൽ നിന്ന് F2 ഒരു ലൈൻ സെഗ്മെന്റ് വരക്കുക. എയിൽ നിന്ന് ഞാൻ F2 ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചു. ഓക്കെ, എയിൽ നിന്ന് F2 ഞാൻ ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചു. ഓക്കെ, അങ്ങനെ ലൈൻ സെഗ്മെന്റ് വരക്കുമ്പോൾ നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടുന്നുണ്ട് അല്ലെ. എയിൽ നിന്ന് എങ്ങോട്ടാ ലൈൻ സെഗ്മെന്റ് വരക്കുന്നത്, F2. ഓക്കെ, എയിൽ നിന്ന് F2 ലൈൻ സെഗ്മെന്റ് വരച്ചപ്പോൾ എനിക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. നിങ്ങൾ കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ. ഈ റൈറ്റ് ട്രയാങ്കിൾ ആരാ? ദാ AOF2 എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ. അതിന്റെ ബേസ് C ആണ്, ഹൈറ്റ് B ആണ്. ബേസ് C ആണ്, ഹൈറ്റ് B ആണ്. ഇതാണ് ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ് വരുന്നത്. ആ ഹൈപ്പോട്ടിന്യൂസ് ആരായിരിക്കുമെന്നറിയോ? ആ ഹൈപ്പോട്ടിന്യൂസ് ആണ് A. ആ ഹൈപ്പോട്ടിന്യൂസ് ആണ് നമ്മുടെ A. അതായത് Oയിൽ നിന്ന് V2 ദൂരം A ആണല്ലോ, അതേ ദൂരം തന്നെയാണ് Aയിൽ നിന്ന് F2 ഉണ്ടാകുക. അപ്പൊ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്തു. ഇനി എയും ബിയും സിയും തമ്മിലുള്ള ബന്ധം പറയാൻ പ്രയാസപ്പെടണോ? വേണ്ട. എന്തായിരിക്കും ബന്ധം? A² = B² + C² എന്നായിരിക്കും. കാരണം എയും ബിയും സിയും പൈത്തഗോറിയൻ നമ്പേഴ്സാ, റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സാ. അപ്പൊ A² = B² + C² ആണ് എയും ബിയും സിയും തമ്മിലുള്ള ബന്ധം. ഏത് എലിപ്സിലും A² ആരായിരിക്കും? B² + C² ആയിരിക്കും. അപ്പൊ എലിപ്സിന്റെ ഒരു പ്രത്യേകത, ഇൻ എനി എലിപ്സ്, ശ്രദ്ധിക്കണം, ഇൻ എനി എലിപ്സ്, എലിപ്സ് ആണോ എങ്കിൽ A ആയിരിക്കും. ABC എന്നുള്ള 3 നമ്പറുകളിൽ A ഈസ് ഓൾവേസ് ദി ലാർജസ്റ്റ്. ഏറ്റവും വലുത് ആരായിരിക്കും? A ആയിരിക്കും. ABC എന്നുള്ള 3 നമ്പറുകളിൽ A ആയിരിക്കും ഏറ്റവും വലുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. എന്തൊക്കെയാത്? എയും ബിയും സിയും തമ്മിലുള്ള ബന്ധം A² = B² + C² നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ 3 നമ്പറുകളിലെ ഏറ്റവും വലിയ നമ്പർ ആരാണ്? A ആണ്. അപ്പൊ ഈ എലിപ്സിന്റെ രൂപം നിങ്ങൾ കണ്ടോ? മേജർ ആക്സിസ് X ആക്സിസിലാണുള്ളത് അല്ലെ. അപ്പോ എക്സിന്റെ താഴെയാണ് വലിയ നമ്പർ. AB വലിയ നമ്പർ ആരാ? A ആണല്ലോ. അപ്പൊ എക്സിന്റെ താഴെ വലിയ നമ്പർ ആണെങ്കിൽ X ആക്സിസിലേക്കായിരിക്കും കൂടുതൽ ഉണ്ടാവുക. X ആക്സിസിലേക്കായിരിക്കും കൂടുതൽ ഉണ്ടാകുക, അല്ലെങ്കിൽ മേജർ ആക്സിസ് X ആക്സിസിലേക്കായിരിക്കും. ഇവിടെ X ആക്സിസിലേക്കാണ് ലെങ്ത് കൂടുതൽ, Y ആക്സിസിലേക്കുള്ള ലെങ്ത് കുറവാ. എക്സിന്റെ താഴെ വലിയ നമ്പർ ആണെങ്കിൽ X ആക്സിസിലേക്ക് കൂടുതൽ ഉണ്ടാവും. Yയുടെ താഴെ ചെറിയ നമ്പറാ, അതുകൊണ്ട് Y ആക്സിസിലേക്ക് എന്താണ്? കുറവാ. അപ്പൊ ഒരു എലിപ്സ് നമുക്ക് മനസ്സിലായില്ലേ? 2 എലിപ്സാ പഠിക്കാനുള്ളത്. ഇവിടെ X ആക്സിസിനെ ആക്സിസ് ആയി എടുത്ത പോലെ Y ആക്സിനെ ആക്സിസ് ആക്കിയിട്ട് നമുക്കൊരു എലിപ്സ് ഡിഫൈൻ ചെയ്യാമല്ലോ. ആ എലിപ്സ് ആണ് രണ്ടാമത്തെ എലിപ്സ്. മക്കൾ ശ്രദ്ധിക്കൂ, ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞ എലിപ്സ് ഇതാണ്. X² / A² + Y² / B² = 1. ഈ എലിപ്സിന്റെ പ്രത്യേകത, ഇവിടെ വെർട്ടെക്സ് വന്നിരിക്കുന്നത്, ഫോക്കസ് വന്നിരിക്കുന്നത് Y ആക്സിസിലാണ് അല്ലെ. അതുകൊണ്ട് വെർട്ടെക്സും ഫോക്കസും Y ആക്സിസിൽ വന്നതുകൊണ്ട് ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് Y ആക്സിസാണ്. ഓക്കെ, ഇവിടെ വൈയിലേക്കാണ് കൂടുതലുള്ളത്. വൈയിലേക്കാണ് ഇവിടെ കൂടുതലുള്ളത്. വൈയിലേക്ക് കൂടുതൽ ഉണ്ടാവുമ്പോൾ വൈയുടെ താഴെ ആയിരിക്കും വലിയ നമ്പർ. ആരാ വലിയ നമ്പർ? A ആണല്ലേ. അപ്പൊ ചെറിയ നമ്പർ B ആണല്ലോ. അപ്പൊ X², ഈ ഒരു എലിപ്സിന്റെ ഇക്വേഷൻ ആണ് ഞാൻ എഴുതുന്നത്. X² താഴെ ചെറിയ നമ്പർ ഉണ്ടാവുക, കാരണം എക്സിലേക്ക് കുറവല്ലേ. അപ്പൊ X² / B², S² / B² + Y² / വൈയുടെ താഴെ വലിയ നമ്പറാ വേണ്ടത്, കാരണം വൈയിലേക്കാ കൂടുതൽ. വലിയ നമ്പറാണ് A² = എന്ത് വരും? 1. ഇതാണ് ഈ എലിപ്സിന്റെ ഇക്വേഷൻ. S² / B² + Y² / A² = 1 എന്ന. ഇതിന്റെ ഒക്കെ കോർഡിനേറ്റ്സ് പറയാൻ ഒരു പ്രയാസമില്ല. V1 കോർഡിനേറ്റ് എന്താ വരിക? V1 കോർഡിനേറ്റ് 0. ഓരോന്നും എഴുതേണ്ടതുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. V1 കോർഡിനേറ്റ് 0, A എന്ന് വരും അല്ലെ. V2 കോർഡിനേറ്റ് 0, -A എന്ന് വരും. F1 കോർഡിനേറ്റ് 0C എന്ന് വരും. F1 കോർഡിനേറ്റ് 0C. F2 കോർഡിനേറ്റ് 0, -C എന്ന് വരും. ബിയുടെ കോർഡിനേറ്റ് എന്താ വരിക? B0 എന്ന് വരും. ഓക്കെ, ബിയുടെ കോർഡിനേറ്റ് B0 എന്ന് വരും. എയുടെ കോർഡിനേറ്റ് -B0 എന്ന് വരും. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ച പോലെ തന്നെ. അപ്പൊ ഈ 2 എലിപ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന 8 കാര്യങ്ങളുണ്ടല്ലോ, ആ 8 കാര്യങ്ങൾ എല്ലാ എലിപ്സിനും, ഈ 2 എലിപ്സിനും സെയിം ആണ്. 2 എലിപ്സിനും ഈ 8 കാര്യങ്ങൾ സെയിം ആ, കോൺസ്റ്റന്റാ. ആദ്യം ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. എന്താ മേജർ ആക്സിന്റെ ലെങ്ത് എന്ന് വെച്ചാൽ V1 മുതൽ V2 വരെയുള്ള ദൂരമാ. അത് ഒന്നാമത്തെ എലിപ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ടും A ആണ്. അപ്പൊ 2A എന്ന് വരും. ഡിസ്റ്റൻസ് പറയുമ്പോൾ, ലെങ്ത് പറയുമ്പോൾ പോസിറ്റീവ് മാത്രമേ പറയൂ.
ഈ ലെങ്ത് എ ആണ്, ഈ ലെങ്ത്തും എ ആണ്. അപ്പൊ എ പ്ലസ് എ ഈക്വൽ ടു 2a. അതേപോലെ തന്നെ അല്ലേ ഇതാണ് ഇവിടുത്തെ മേജർ ആക്സിസ് എന്ന് പറയുന്നത്. മേജർ ആക്സിസിന്റെ ലെങ്ത് എന്താ? എ പ്ലസ് എ 2a. രണ്ട് എലിപ്സിലും ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a ആണ്. ലെങ്ത് ഓഫ് മൈനർ ആക്സിസോ രണ്ട് എലിപ്സിലും 2b ആണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. രണ്ട് എലിപ്സിനും കോമൺ ആയിട്ട് 8 പ്രത്യേകതകളുണ്ട്. രണ്ട് എലിപ്സിനും സെയിമാ. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a, രണ്ട് എലിപ്സിന്റെയും ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b. കാരണം ഇവിടെ ഇതാണ് മൈനർ ആക്സിസ്, ഇതാണ് മേജർ ആക്സിസ്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസൈ, ഫോക്കസുകൾ തമ്മിലുള്ള ദൂരം എന്താ? ഇവിടെ ഇങ്ങോട്ട് c ആണെന്ന് പറഞ്ഞു, ഇവിടെ ഇങ്ങോട്ടും c ആ അല്ലേ? അപ്പൊ c പ്ലസ് c എത്രയാ? 2c ആണ്. ഫോക്കസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2c ആണ്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെർട്ടിസസ്, എന്താ ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ മേജർ ആക്സിസിന്റെ ലെങ്താ. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 2a ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെർട്ടിസസ് 2a. ചിത്രത്തെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും ഇങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും മറക്കില്ല, തെറ്റില്ല. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ആരാ ഈ ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്? അത് നമ്മൾ നേരത്തെ പറഞ്ഞതാ. ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റാ. ഫോക്കസിലൂടെ പാസ് ചെയ്യണം. ഫോക്കസിലൂടെ പാസ് ചെയ്താൽ മാത്രം പോരാ, എലിപ്സിൽ അവസാനിക്കണം. മാത്രം പോരാ, ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലെ? ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അങ്ങനെയുള്ള ലൈൻ സെഗ്മെന്റിന്റെ പേരാണ് എന്ത്? ലാറ്റസ് റെക്ടം. ഞാനിവിടെ ലാറ്റസ് റെക്ടം വരക്കുന്നുണ്ട്. ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നു, ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്, ആക്സിന് പെർപെൻഡിക്കുലർ ആണ്. അതേപോലെ തന്നെ എൻഡ് പോയിന്റ്സ് എലിപ്സിലാ ഉള്ളത്. ആ ഒരു ലൈൻ സെഗ്മെന്റിന്റെ പേരാണ് ലാറ്റസ് റെക്ടം. ഈ ലാറ്റസ് റെക്ടം ഇവിടെ ഇങ്ങനെയാ, ഇവിടെ നമ്മൾ ഇങ്ങനെ ആയിരിക്കും വരയ്ക്കുക. ഞാൻ ഇവിടെ വരച്ച് കാണിക്കുന്നില്ല. ആ ലാറ്റസ് റെക്ടത്തിന്റെ ലെങ്ത് കാണാൻ ഒരു ഫോർമുലയുണ്ട്. എന്താ ഫോർമുല എന്നറിയോ? 2b² ഡിവൈഡ് ബൈ a എന്ന. 2b² ഡിവൈഡ് ബൈ a. അത് നിങ്ങൾ മറക്കരുത്. ഇതിന്റെ ഡെറിവേഷൻ ഒന്നും ഞാനിപ്പോ പറയുന്നില്ല. 2b² ഡിവൈഡ് ബൈ a. എന്തായിരുന്നു പരാബോളയുടെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം? യെസ്, 4a ആയിരുന്നു, മറന്നിട്ടില്ല. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് എൻ എലിപ്സ് ഈസ് ഈക്വൽ ടു 2b² ഡിവൈഡ് ബൈ a. ഇനി എയും ബിയും സിയും തമ്മിലുള്ള ബന്ധം അത് ഏത് എലിപ്സ് ആണെങ്കിലും നേരത്തെ പറഞ്ഞു, ഇൻ എനി എലിപ്സ് a is the largest and a, b, c are Pythagorean numbers അല്ലേ? അപ്പോ a² is equal to b² plus c². a² is equal b² plus c² ആണ് എയും ബിയും സിയും തമ്മിൽ ഏതൊരു എലിപ്സ് ആണെങ്കിലും തമ്മിലുള്ള ബന്ധം. പിന്നെ pf1 plus pf2 എന്താ? പി എന്ന് പറയുന്നത് ഈ എലിപ്സിലെ ഒരു പോയിന്റാ. ഒരു പോയിന്റ് ഞാൻ ഇവിടെ പി എടുത്തു, അത് എവിടെ എടുത്താലും മതി. pf1 plus pf2 നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ af2 a ആണ്, af1 a ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ af2 plus af1 എന്താ വരിക? a plus a 2a. a പോലെ തന്നെയാണ് ഇതിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും. അപ്പൊ pf1 plus pf2 ആരാണ്? 2a ആണ്. എലിപ്സിലെ ഏതൊരു പോയിന്റ് ആവട്ടെ pf1 plus pf2 equal to 2a. കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കണം. രണ്ട് എലിപ്സിനും സെയിമാ. പിന്നെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല c ഡിവൈഡ് ബൈ a എന്ന. എക്സെൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല ഈസ് ഈക്വൽ c ഡിവൈഡ് ബൈ a. അപ്പൊ നമ്മൾ 8 കാര്യങ്ങൾ പറഞ്ഞു. ഈ 8 കാര്യങ്ങൾ രണ്ട് എലിപ്സിനും സെയിമാ. മക്കൾ നന്നായിട്ട് ഈ ചിത്രവും ഈ 8 കാര്യങ്ങളും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് എലിപ്സിന് വ്യത്യസ്തമായിട്ട് 2 കാര്യങ്ങളേ ഉള്ളൂ. എന്തൊക്കെ ആയിരിക്കും അത്? യെസ്, രണ്ട് എലിപ്സിന് വ്യത്യസ്തമായിട്ടുള്ളത് ഫോക്കസിന്റെയും വെർട്ടെക്സിന്റെയും കോർഡിനേറ്റ്സാ. എന്തുകൊണ്ടത് വ്യത്യാസം? കാര്യം, ഫോക്കസ് ആദ്യത്തെ എലിപ്സിന്റെ ഫോക്കസ് കിടക്കുന്നത് എക്സ് ആക്സിസിലാണ്, രണ്ടാമത്തെ എലിപ്സിന്റെ ഫോക്കസ് കിടക്കുന്നത് വൈ ആക്സിലാ. സ്വാഭാവികമായിട്ടും എക്സ് ആക്സിലെയും വൈ ആക്സിലെയും കോർഡിനേറ്റ്സ് വ്യത്യാസമായിരിക്കുമല്ലോ. ആ ഒരു വ്യത്യാസം കൊണ്ട് മാത്രം ഈ 2 കാര്യങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി നേരത്തെ പറഞ്ഞ 8 കാര്യങ്ങളും ഒരു വ്യത്യാസമില്ല. യെസ്, ഒന്നാമത്തെ ചിത്രത്തില് ഫോക്കസിന്റെ കോർഡിനേറ്റ് എന്താ? c0യും -c0യും അല്ലെ? നമുക്ക് ഒരുമിച്ച് എങ്ങനെ എഴുതാം? പ്ലസ് ഓർ മൈനസ് c0 എന്ന് എഴുതാം. പ്ലസ് ഓർ മൈനസ് c0. അത് രണ്ടാമത്തെ എലിപ്സിലാകുമ്പോൾ വൈ ആക്സിലേക്ക് മാറും. അപ്പൊ 0 പ്ലസ് ഓർ മൈനസ് c എന്നാകും. 0 പ്ലസ് ഓർ മൈനസ് c. ഫോക്കസ്. ഇനി വെർട്ടിസസോ, ഒന്നാമത്തെ എലിപ്സിലെ വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് a0 ആകുമ്പോൾ രണ്ടാമത്തെ എലിപ്സിലെ വെർട്ടിസസ് 0 പ്ലസ് ഓർ മൈനസ് a എന്നാവും. കാരണം ഒന്ന് എക്സ് ആക്സിലും ഒന്ന് വൈ ആക്സിലും. അപ്പൊ ഇനി ഒരു സംശയം വരുന്നത്, എങ്ങനെ ഇത് ഓർക്കുക? ഫോക്കസ് ആകുമ്പോ c ആണ്, വെർട്ടെക്സ് ആകുമ്പോ a ആണെന്ന് എങ്ങനെ ഓർക്കുക? അത് വളരെ സിമ്പിളാ. ഫൊസൈ എന്നല്ലേ നമ്മൾ പറയാ. ഫൊസൈ എന്ന് പറയുമ്പോ c, ഫൊസി എന്ന് പറഞ്ഞാലും മതി. ഫൊസി എന്ന് പറയുമ്പോ c എന്ന് ഓർക്കാം.
അപ്പോ വെർട്ടിസസ് എന്ന് പറയുമ്പോൾ എ ആയിരിക്കുമെന്ന് മനസ്സിലാക്കാമല്ലോ. ശരി, നമ്മൾ എലിപ്സിന്റെ തിയറി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എലിപ്സിന്റെ പ്രോബ്ലംസ് ആ ചെയ്യാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട എലിപ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എലിപ്സിന്റെ ഇക്വേഷൻ തന്നുകൊണ്ട് അതിന്റെ ഭാഗങ്ങൾ കണ്ടുപിടിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എലിപ്സിൽ അല്ലെങ്കിൽ കോണിക് സെക്ഷനിൽ എന്ന് തന്നെ പറഞ്ഞാൽ ഈ ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കണം. നോക്കൂ, എലിപ്സ് തന്നിട്ടുണ്ട്, അതിന്റെ ഭാഗങ്ങൾ കണ്ടുപിടിക്കാനാ പറഞ്ഞത്. എലിപ്സിന്റെ ഭാഗങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എയും ബിയും സിയും അറിയണം. എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ രണ്ട് നമ്പറുകൾ ഉണ്ട്, 25 9 അല്ലെ. ഒന്ന് എ സ്ക്വയർ ആണ്, ഒന്ന് ബി സ്ക്വയർ ആണ്. ആരാ എ സ്ക്വയർ എന്ന് എങ്ങനെ മനസ്സിലാക്കും? വലിയ നമ്പർ ആണ് എ സ്ക്വയർ. അപ്പോ ഈ എലിപ്സില് എ സ്ക്വയർ ആരായിരിക്കും? 25 ആയിരിക്കും, 9 ആയിരിക്കും? യെസ്, 25 ആയിരിക്കും അല്ലെ. അപ്പൊ ബി സ്ക്വയറോ? ബി സ്ക്വയർ ചെറിയ നമ്പർ 9. അങ്ങനെ മനസ്സിലാക്കുക. വലിയ നമ്പർ എ സ്ക്വയർ, ചെറിയ നമ്പർ ബി സ്ക്വയർ. സിമ്പിൾ അല്ലേ? അപ്പൊ സി സ്ക്വയർ ആരാ? സി സ്ക്വയർ കിട്ടാൻ എ സ്ക്വയറും ബി സ്ക്വയറും കൂടെ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സി സ്ക്വയർ എന്തായിരിക്കും? എ സ്ക്വയറിൽ നിന്ന് ബി സ്ക്വയർ കുറച്ചാൽ മതി. വലുത് എ സ്ക്വയറാ. എ സ്ക്വയറിൽ നിന്ന് ബി സ്ക്വയർ കുറച്ചാൽ സി സ്ക്വയർ കിട്ടും. അപ്പൊ 25 - 9 ഈസ് ഈക്വൽ ടു 16. അപ്പൊ ഈ മൂന്ന് നമ്പറുകൾ എ സ്ക്വയർ, ബി സ്ക്വയർ, സി സ്ക്വയർ കിട്ടിയാൽ എ ഈസ് ഈക്വൽ ടു 5 ആണെന്നും ബി ഈസ് ഈക്വൽ ടു 3 ആണെന്നും സി ഈസ് ഈക്വൽ 4 ആണെന്നും മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. ഓക്കെ, അപ്പൊ ആദ്യം വേണ്ടത് എയും ബിയും സിയും മനസ്സിലാക്കുക. രണ്ടാമത് വേണ്ട കാര്യം എന്താ അറിയോ? ഈ എലിപ്സിന്റെ ഷേപ്പ് മനസ്സിലാക്കുക. എക്സിന്റെ താഴെയാണ് വലിയ നമ്പർ, എസ് സ്ക്വയറിന്റെ താഴെയാണ് 25, വൈ സ്ക്വയറിന്റെ താഴെ 9 അല്ലെ. എക്സിന്റെ താഴെ വലിയ നമ്പർ ആയതുകൊണ്ട് ഈ എലിപ്സ് ഏത് രൂപത്തിലാണ് ഉണ്ടാവുക? യെസ്, എക്സ് ആക്സിസിലേക്ക് കൂടുതലാകുന്ന രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഒരു ഫിഗർ ഇതേപോലെ പെട്ടെന്ന് വരക്കാൻ കഴിയണം. എക്സ് ആക്സിസിലേക്ക് കൂടുതലുള്ള രൂപത്തിലൊരു ഫിഗർ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഫോക്കസും വെർട്ടെക്സും തെറ്റില്ല. ബാക്കി എല്ലാത്തിനും സെയിം ആണെങ്കിലും ഫോക്കസും വെർട്ടെക്സും ഏത് ആക്സിസിലാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ആൻസർ ടു ദി ക്വസ്റ്റ്യൻ. ഇവിടെ ആദ്യം നമ്മൾ വേണ്ടത് എന്താണെന്ന് പറഞ്ഞു? എ സ്ക്വയർ ഈക്വൽ ടു 25 ആണ്, ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 ആണ്. അതുകൊണ്ട് തന്നെ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 - 9 ഈക്വൽ ടു 16 ആണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ എ ആര് വരും? 25ന്റെ സ്ക്വയർ റൂട്ട് 5, ബി ഈസ് ഈക്വൽ ടു 9ന്റെ സ്ക്വയർ റൂട്ട് 3, സി ഈസ് ഈക്വൽ ടു 16ന്റെ സ്ക്വയർ റൂട്ട് 4. അപ്പൊ എ ബി സി എന്നുള്ള മൂന്ന് നമ്പറുകൾ ഞാൻ കണ്ടുപിടിച്ചു. എ ബി സി എന്നുള്ള മൂന്ന് നമ്പറുകൾ കണ്ടുപിടിക്കുകയാണ് ആദ്യമായിട്ട് നമ്മൾ വേണ്ടത്. ഇനി ഫോക്കസ് എഴുതണം. ഫോക്കസ് എഴുതുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞു, എലിപ്സിന്റെ ഷേപ്പ് മനസ്സിലാക്കണം. എക്സിന്റെ താഴെ വലിയ നമ്പറാണ്. അപ്പൊ എക്സ് ആക്സിസിലേക്ക് കൂടുതലുള്ള രൂപത്തിൽ ഈ രൂപത്തിലുള്ള ഒരു എലിപ്സ് ആയിരിക്കും ഉണ്ടാവുക. വെറുതെ ഒരു റഫ് ഫിഗർ ഇങ്ങനെ വരച്ചു വെക്കുന്നത് ഫോക്കസ് ഒക്കെ തെറ്റാതിരിക്കാൻ നല്ലതാണ്. ഇനി മനസ്സിലാവുമല്ലോ ഫോക്കസ് എക്സ് ആക്സിലാണെന്ന്. ഫോക്കസ് ഓർക്കാൻ സി ആണല്ലോ, സി അല്ലേ. അപ്പൊ എക്സ് ആക്സിസിലാവുമ്പോൾ എന്താ വരിക? പ്ലസ് ഓർ മൈനസ് C0. വളരെ ഈസി ആയിട്ട് കിട്ടും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. 4 സൈസ് ഈക്വൽ പ്ലസ് ഓർ മൈനസ് C0. ആരാ? സി 4. അപ്പൊ പ്ലസ് ഓർ മൈനസ് 40 കഴിഞ്ഞു. വെർട്ടിസസ് ഫോക്കസ് സി ആണെങ്കിൽ വെർട്ടിസസ് എ അല്ലേ. ഫോക്കസും വെർട്ടെക്സും ഒരേ ആക്സിസിലല്ലേ ഉണ്ടാവുക. അപ്പൊ പ്ലസ് ഓർ മൈനസ് A0. ആരാ? എ 5. അപ്പൊ പ്ലസ് ഓർ മൈനസ് 50. ഓക്കെ, ഇനി ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആരാ? 2a. അത് എല്ലാ എലിപ്സിനും സെയിമാ. എ എത്രയാ? 5. അപ്പൊ 2 × 5. വാട്ട് ഈസ് 2 × 5? 2 × 5 is equal to 10. Length of minor axis 2b. What is b? b is equal to 3. Then 2 × 3. 2 × 3 equal to 6. Okay. Eccentricity c divided by a. c is equal to 4 and a is equal to 5. Then 4/5 is the eccentricity. Length of latus rectum 2b square divided by a. b square is equal to 9. 2 × 9 divided by a, that is 5. That is equal to 18 divided by 5. എത്ര എളുപ്പമാണ് ഈ എലിപ്സ് ഒക്കെ. ആകെ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ, എ ബി സി, എയും ബിയും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, സി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, എലിപ്സിന്റെ ഷേപ്പ് എങ്ങനെ ഉണ്ടാവും, കൃത്യമായിട്ട് മനസ്സിലായല്ലോ. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അടുത്ത പ്രോബ്ലം എങ്കിൽ ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തോളൂ. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ഫോർ സി വെർട്ടിസസ്, ലെങ്ത് ഓഫ് മേജർ മൈനർ ആക്സിസ്, ലാറ്റസ് റെക്ടം, എക്സെൻട്രിസിറ്റി ഓഫ് ദി എലിപ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത് കണ്ടോ. ശരി, സ്വന്തമായിട്ട് ചെയ്യാം. വീഡിയോ പോസ്റ്റ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. നോക്കൂ, ആദ്യം നമുക്ക് എന്താ വേണ്ടത്? എ സ്ക്വയറും ബി സ്ക്വയറും സി സ്ക്വയറും മനസ്സിലാവണം. ആരാ എ സ്ക്വയർ? 4 ആണോ 25 ആണോ? 4 ആണോ? അല്ല,
25. എന്താ കാരണം? വലിയ നമ്പറാണ് എ സ്ക്വയർ. ആരാ ഇവിടെ വലുത്? 25 അല്ലേ? അപ്പൊ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. ശ്രദ്ധിക്കണം, ഇങ്ങനെ തന്നെയല്ലേ നിങ്ങൾ എഴുതിയത്? അത് 4 എന്ന് എഴുതിയോ? ഇല്ല, എ സ്ക്വയർ ഈക്വൽ ടു 25. അപ്പൊ ബി സ്ക്വയർ ആരാ? ബി സ്ക്വയർ ഈക്വൽ ടു 4 അല്ലേ? അപ്പൊ സി സ്ക്വയറോ? സി സ്ക്വയർ കിട്ടാൻ വേണ്ടി എ സ്ക്വയറിൽ നിന്ന് ബി സ്ക്വയർ കുറച്ചാൽ മതി. 25 മൈനസ് 4 ഈക്വൽ ടു 21. ഇനി എ ആരാ? അപ്പോ എ ഈക്വൽ ടു 25 ന്റെ സ്ക്വയർ റൂട്ട്, ദാറ്റ് ഇസ് 5. and b is equal to 4 ന്റെ സ്ക്വയർ റൂട്ട്, that is 2, and c is equal to 21 ന്റെ സ്ക്വയർ റൂട്ട്. 21 സ്ക്വയർ റൂട്ട് ഇല്ല എന്ന് കരുതി വിഷമിക്കേണ്ട, പെർഫെക്റ്റ് റൂട്ട് ഇല്ല എന്നേ ഉള്ളൂ. റൂട്ട് 21 എന്ന് എഴുതാം. c is equal to സ്ക്വയർ റൂട്ട് ഓഫ് 21. ഇനി നമുക്ക് ഫോക്കസും വെർട്ടെക്സും എഴുതണം. അതിന് മുന്നൊരു കാര്യം ചെയ്യണം. എക്സിന്റെ താഴെ ചെറിയ നമ്പർ, വൈയുടെ താഴെ വലിയ നമ്പറും അല്ലേ? അപ്പൊ ഇത് വൈ ആക്സിലേക്ക് കൂടുതലുള്ള രൂപത്തിലുള്ള ഒരു എലിപ്സ് ആയിരിക്കും. വൈ ആക്സിലേക്ക് കൂടുതലുള്ള രൂപത്തിലുള്ള എലിപ്സ് ആയിരിക്കും വരിക. എന്തിനാ ഈ ഒരു ഫിഗർ വരക്കുന്നതെന്ന് അറിയോ? അതിന്റെ ഫോക്കസും വെർട്ടെക്സും ഒക്കെ ഉള്ളത് വൈ ആക്സിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഫോക്കസ് വരിക? പ്ലസ് ഓർ മൈനസ് സി 0 എന്നാണോ വരിക? അല്ല, 0 പ്ലസ് ഓർ മൈനസ് സി. വൈ ആക്സിലാണ് ഫോക്കസ്. 0 പ്ലസ് ഓർ മൈനസ് സി, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 21. ഓക്കെ, വെർട്ടിസസ് 0 പ്ലസ് ഓർ മൈനസ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് വാട്ട് ഈസ് എ ഈസ് ഈക്വൽ ടു 5. വെർട്ടെക്സും ഫോക്കസും ഒരേ ആക്സിസിലാ വരിക. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് അവിടെ നിന്ന് അങ്ങോട്ടൊരു വ്യത്യാസമില്ല. 2a 2 into 5, 2 into 5 is equal to 10. Length of minor axis 2b 2 into 2, 2 into 2 is equal to what? 4. And eccentricity c divided by a, c divided by a is equal to root 21 divided by 5. And length of latus rectum 2b square by a, 2 into b square is 4 and divided by a is 5, then 8 divided by 5. അപ്പൊ ഇതൊന്നും എഴുതുന്നത് ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല. ആദ്യത്തെ 2 പോയിന്റ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എ ബി സി എങ്ങനെ കണ്ടുപിടിക്കും, എലിപ്സിന്റെ ചിത്രം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ശരി, മൂന്നാമത്തെ ഒരു ചോദ്യം നോക്കൂ നിങ്ങൾ. 4² + 9y² = 36 എന്നാണ് എലിപ്സ് തന്നിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ട് പരിചയമുള്ള രൂപത്തിലല്ല. പരിചയമില്ലാത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പരിചയമുള്ളതിലേക്ക് മാറ്റും അല്ലെ? 4² + 9y² = 36 ആ എലിപ്സ്. എലിപ്സിന്റെ സാധാരണ രൂപം എന്ന് പറഞ്ഞ വലത് ഭാഗത്ത് 1 ആ വേണ്ടത്. അപ്പൊ 36ന് പകരം 1 വേണമെങ്കിൽ 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? യെസ്. അപ്പോ 4² ഞാൻ 36 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 9y² ഞാൻ 36 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഈക്വൽ ടു 36 ഡിവൈഡ് ബൈ 36. എന്തിനാ ഞാൻ അങ്ങനെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്ത്? റൈറ്റ് സൈഡ് 1 ആക്കാൻ വേണ്ടി. 4ഉം 36ഉം ക്യാൻസൽ ചെയ്തപ്പോൾ x²/9 എന്ന് കിട്ടി. 9ഉം 36ഉം ക്യാൻസൽ ചെയ്തപ്പോൾ y²/4 എന്ന് കിട്ടി, ഈക്വൽ ടു 1. ഇത് നമുക്ക് പരിചയമുള്ള രൂപല്ലേ? അപ്പൊ ആദ്യം ഈ രൂപത്തിലേക്ക് മാറ്റുന്നു, എന്നിട്ട് ബാക്കിയൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നു. നമുക്കതിന്റെ ആൻസറിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, ഗിവൺ എലിപ്സ് ആരാ? 4a² + 9y² = 36. ഇതാണ് തന്നിട്ടുള്ള എലിപ്സ്. പലപ്പോഴും ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് ഇത് ഏത് കോണിക്കാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന്റെ ആൻസർ എഴുതണം എലിപ്സ് ആണ് എന്ന്. s² ഉണ്ട്, y² ഉണ്ട്, s² y² കോഷ്യന്റ് ഡിഫറന്റ് ആണ്, നടുവിൽ പ്ലസ് ആ. അപ്പൊ എലിപ്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി 36 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോകുക ഈ ഇക്വേഷന്. അപ്പോൾ എന്താ എനിക്ക് കിട്ടുക? 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പുറത്ത് ഞാൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ആൻസർ മാത്രമേ എഴുതുന്നുള്ളൂ. ഡിവൈഡിങ് ബൈ 36. രണ്ട് സൈഡും 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അന്നേരം എനിക്ക് എന്ത് കിട്ടും? എന്തിനാ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? റൈറ്റ് സൈഡ് 1 ആക്കാൻ വേണ്ടി. അപ്പൊ എന്താ കിട്ടുക? s²/4നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9, then plus y²/9നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 = 1. ഇതാണ് നമ്മുടെ എലിപ്സ്. ഇനി ബാക്കിയൊക്കെ വളരെ സ്പീഡ് ചെയ്യാം. ആരാ a²? 9 ആണ് a². വലിയ നമ്പർ ആയ a² അല്ലെ? a² = 9, b² is equal to 4, c² is equal to 9 minus 4 equal to 5, a is equal to 3 and b is equal to 2 and c is equal to square root of 5. എങ്ങനെ ഈ എലിപ്സ് ഉണ്ടാവുക? എക്സിന്റെ താഴെ വലിയ നമ്പറും വൈയുടെ താഴെ ചെറിയ നമ്പറും അല്ലേ? അപ്പൊ എക്സിലേക്ക് കൂടുതലുള്ള എലിപ്സ് അല്ലെ? എക്സിലേക്ക് എക്സ് ആക്സിലേക്ക് കൂടുതലുള്ള എലിപ്സ്. ഫോക്കസും വെർട്ടെക്സും ഒക്കെ എക്സ് ആക്സിൽ ഉണ്ടാവുക. അപ്പോ ഫോസൈ ഇസ് ഈക്വൽ ടു +or - c0, ദാറ്റ് ഇസ് ഈക്വൽ ടു +or - √50. ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാട്ടോ. ഞാൻ ചെയ്യുന്നത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. +or - a0, ദാറ്റ് ഇസ് ഈക്വൽ ടു +or - 30 എന്ന് വരും അല്ലെ? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2 into a,
2 into 3, 2 into 3 is equal 6 എന്ന് വരും. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് മുകളിൽ പറഞ്ഞത് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഈക്വൽ 2 into b, 2 into b equal 2 into 2 equal 4, and eccentricity c divided by a, that is equal to root 5 divided by 3, and length of lattice rectum 2b square divided by a, that is equal to 2 into b square is 4, and divided by a is 3, then it is equal to 8 divided by 3. Okay, പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തു. എല്ലാം ഒന്നാണ്, എല്ലാം ചെയ്യുന്ന ഒരു ശൈലി ഒന്നാണ്. കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യം നേരെ തിരിച്ചായിരിക്കും. എന്താ? ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷൻ ഓഫ് എലിപ്സ് കാണും. വെർട്ടെക്സും തന്നിട്ടുണ്ട്, ഫോക്കസും തന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് ചെയ്യാലോ. വെർട്ടെക്സിൽ നിന്ന് നമുക്ക് എ കിട്ടുമല്ലോ, ഫോക്കസിൽ നിന്ന് നമുക്ക് സി കിട്ടുമല്ലോ, എയും സിയും കിട്ടിയാൽ ബി കിട്ടുമല്ലോ അല്ലേ? വെർട്ടെക്സും ഫോക്കസും കിടക്കുന്നത് എവിടെയാണ്? അത് എക്സ് ആക്സിലാണല്ലോ. അപ്പൊ എക്സ് ആക്സിലേക്ക് കൂടുതലുള്ള ശൈലിയിലല്ലേ എലിപ്സ് വരിക. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പ്രയാസമുണ്ടോ? ഇല്ല, നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോ ഇവിടെ തന്നിരിക്കുന്ന കാര്യം ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് നമ്മൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കൂ നിങ്ങൾ. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യം എഴുതാം. given that vertices is equal to, നന്നായിട്ട് ശ്രദ്ധിക്കണം, vertices is equal to plus or minus 13 0. വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് 13 0 ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ആരാ വെർട്ടെക്സ് എന്ന് പറയുന്നത്? പ്ലസ് ഓർ മൈനസ് a0 ആണ് അല്ലെ? പ്ലസ് ഓർ മൈനസ് a0 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 13 0 എന്ന് കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താ? a ഈസ് ഈക്വൽ ടു 13 ആണ് എന്നാണ്. a സ്ക്വയർ ഈക്വൽ അപ്പം എന്ത് വരും? 169. നമുക്ക് ആവശ്യം a സ്ക്വയർ ആണ് ഇക്വേഷന് വേണ്ടിയിട്ട്. അപ്പൊ a സ്ക്വയർ 169 എന്ന് കിട്ടി അല്ലെ? ഇനി ഫോക്കസ് ഈസ് ഈക്വൽ ടു തന്ന അടുത്ത കാര്യം ഫോസൈ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 0 ആണ്. ഫോക്കസിന്റെ ഫോർമുല എന്താ? പ്ലസ് ഓർ മൈനസ് c0 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 0. അതിൽ നിന്ന് നമുക്ക് c ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടുമല്ലോ. അപ്പൊ c സ്ക്വയർ ആരാ വരിക? c സ്ക്വയർ ഈക്വൽ ടു 25 അല്ലെ? a സ്ക്വയറും c സ്ക്വയറും കിട്ടി. അപ്പൊ b സ്ക്വയർ നമുക്ക് പറയാം. ആരാ b സ്ക്വയർ? b സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് c സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 169 മൈനസ് 25 ഈസ് ഈക്വൽ ടു 144. a സ്ക്വയർ കിട്ടി, b സ്ക്വയർ കിട്ടി. ഇനി ഇക്വേഷൻ ഓഫ് എലിപ്സ് എഴുതാം. ഇവിടെ എലിപ്സ് ഫോക്കസും വെർട്ടെക്സും കിടക്കുന്നത് എക്സ് ആക്സിലായതുകൊണ്ട് എലിപ്സിന്റെ ഷേപ്പ് ഇങ്ങനെ വരിക. എക്സിലേക്ക് കൂടുതലാവുമ്പോൾ എന്തായിരിക്കും എലിപ്സിന്റെ ഇക്വേഷൻ? ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് ഈസ്, ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് ഈസ് പറ. ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് ഈസ് എക്സ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ താഴെ ആര് വരും? എക്സിന്റെ താഴെ വലിയ നമ്പറാണ് വരിക, കാരണം എക്സ് ആക്സിലേക്കാണ് കൂടുതൽ. എസ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 അല്ലെ? എ സ്ക്വയർ ആരാ? എ സ്ക്വയർ ഈക്വൽ ടു 169. ബി സ്ക്വയർ ആരാ? ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 144 ഈക്വൽ ടു 1. ഇതാണ് ഈ എലിപ്സിന്റെ ഇക്വേഷൻ. വളരെ ഈസിയാണ്, നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ് ഹൂസ് ഫോസൈ ആൻഡ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ഫോക്കസ് തന്നിട്ടുണ്ട്, അതിന് സി കിട്ടും. ലെങ്ത് ഓഫ് മേജർ ആക്സിസിന് എ കിട്ടും. നേരത്തെ ചെയ്ത പോലെ ബി കണ്ടുപിടിക്കാലോ. സ്വന്തമായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ കാര്യം ഫോക്കസ് ആണ് അല്ലെ? ഫോസൈ ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 5 അല്ലെ? 0 പ്ലസ് ഓർ മൈനസ് 5. അപ്പൊ ഫോക്കസ് കാണാൻ ഇവിടെയുള്ള ഫോർമുല എന്തായിരിക്കും? 0 പ്ലസ് ഓർ മൈനസ് സി ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 5 അല്ലെ? അതിൽ നിന്ന് സി ഈസ് ഈക്വൽ ടു 5 ആണെന്നും സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. പിന്നെ തന്നിരിക്കുന്ന കാര്യം അതാണല്ലോ. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് തന്നിട്ടുണ്ട് 20. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ 2a ആണ്. 2a ഈക്വൽ ടു 20. അപ്പൊ a ഈക്വൽ ടു 20/2 ഈക്വൽ ടു 10. a സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 എന്ന് വന്നു. ഓക്കെ, a സ്ക്വയർ ഈക്വൽ 100. a സ്ക്വയറും c സ്ക്വയറും കിട്ടി. അപ്പൊ b സ്ക്വയർ ആരാ? b സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ മൈനസ് c സ്ക്വയർ. വാട്ട് ഈസ് a സ്ക്വയർ? 100 മൈനസ് c സ്ക്വയർ, ദാറ്റ് ഈസ് 25 ഈക്വൽ ടു 75. ഇനി ഇതിന്റെ റൂട്ട് കാണാനൊന്നും നമ്മൾ പോകണ്ട, കാരണം a സ്ക്വയറും b സ്ക്വയറെ നമുക്ക് ആവശ്യമുള്ളൂ അല്ലെ? ഫോക്കസ് ഏത് കോർഡിനേറ്റ്, ഏത് ആക്സിസിലാണ്? 0 പ്ലസ് ഓർ മൈനസ് 5 എന്ന് പറയുമ്പോൾ y ആക്സിസിലാണ്. അപ്പൊ ഫോക്കസ് y ആക്സിലായതുകൊണ്ട് എലിപ്സ് ഈ രൂപത്തിലുണ്ടാവുക, വൈയിലേക്ക് കൂടുതലുള്ള രൂപത്തിലുണ്ടാവുക അല്ലെ? അപ്പൊ എന്താ ഇക്വേഷൻ ഓഫ് എലിപ്സ്? Therefore, equation
ഇക്വേഷൻ ഓഫ് എലിപ്സ് ഈസ് എങ്ങോട്ടാ കൂടുതൽ? വൈയിലേക്ക്. അപ്പോൾ വൈയിലേക്ക് കൂടുതൽ ഉണ്ടാകുമ്പോൾ എക്സിലേക്ക് കുറവാണല്ലോ. അപ്പൊ എക്സിന്റെ താഴെ ചെറിയ നമ്പറാ വരിക, എസ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈയിലേക്കാണ് കൂടുതൽ, വൈയുടെ താഴെ വലിയ നമ്പർ വരും ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോ എസ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് 75 പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് 100 equal to what? 1. S square by 75 plus y square by 100 equal to 1 is the answer to that question. Question number 8. Then question number 9 നോക്കൂ നിങ്ങൾ. ഇത് സ്വന്തമായിട്ട് ചെയ്തൂടെ നിങ്ങൾക്ക്? ഇക്വേഷൻ കണ്ടുപിടിക്കണം. മേജർ ആക്സിസിന്റെ എൻ പോയിന്റ്സ് തന്നിട്ടുണ്ട്, മൈനർ ആക്സിസിന്റെ എൻ പോയിന്റ്സ് തന്നിട്ടുണ്ട്. മേജർ ആക്സിസ് എക്സ് ആക്സിസിലാണ് അല്ലേ? അപ്പൊ എലിപ്സ് എങ്ങനെ വരിക? മേജർ ആക്സിസ് എക്സ് ആക്സിലാകുമ്പോൾ എലിപ്സ് ഈ രൂപത്തിലാണ് വരിക അല്ലേ? മേജർ ആക്സിസ് എക്സ് ആക്സ് ആകുമ്പോൾ എലിപ്സ് ഈ രൂപത്തിലാണ് വരിക. അപ്പൊ മേജർ ആക്സിന്റെ എൻ പോയിന്റ് ആണ് 30 എന്ന് പറയുന്നത്, പ്ലസ് ഓർ മൈനസ് 30. മൈനർ ആക്സിന്റെ എൻ പോയിന്റ് 0 പ്ലസ് ഓർ മൈനസ് 2 ആണ്. അപ്പൊ 0 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടും? എ സീക്വൽ 3 ആണെന്ന് കിട്ടും. എ സീക്വൽ 3. അപ്പൊ എ സ്ക്വയർ കിട്ടുമല്ലോ. എ സ്ക്വയർ സീക്വൽ ടു 9. ഓക്കെ. ബി സീക്വൽ ടു 2 എന്ന് കിട്ടും. ബി സ്ക്വയർ സീക്വൽ 4 കിട്ടി. അപ്പൊ ഇനി സി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ 5. അപ്പൊ എയും ബിയും സിയും കിട്ടി, എലിപ്സിന്റെ ഷേപ്പ് കിട്ടി. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം, ഞാനിവിടെ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഓക്കെ, ഇത് നിങ്ങൾ സ്വന്തമായിട്ടും ചെയ്ത് നോക്കൂ. എയും ബിയും സിയും ഞാൻ പറഞ്ഞു, എലിപ്സിന്റെ ഷേപ്പ് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യം നോക്കുക. ഇതൊരു പ്രത്യേക ചോദ്യമാണ്. നോക്കൂ, എലിപ്സിന്റെ ഇക്വേഷൻ കാണണം. മേജർ ആക്സിസ് എക്സ് ആക്സ് ആണ്. മേജർ ആക്സിസ് എക്സ് ആക്സ് ആണ്. പാസ് ചെയ്യുന്ന 2 പോയിന്റ് തന്നിട്ടുണ്ട്. മേജർ ആക്സിസ് എക്സ് ആക്സ് ആണ് എന്ന് പറയുമ്പോൾ എലിപ്സ് ഏത് രൂപത്തിലായിരിക്കും? മേജർ ആക്സിസ് എക്സ് ആക്സ് എന്ന് പറയുമ്പോൾ എലിപ്സ് ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. എന്താണ് ഈ എലിപ്സിന്റെ ഇക്വേഷൻ? എസ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ 1 അല്ലേ? അപ്പൊ റിക്വയേർഡ് എലിപ്സീസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു സെക്ഷനിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം ഇതാ. ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ്. ഇതും എളുപ്പമാണ്, ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എസ് സ്ക്വയർ ബൈ എ സ്ക്വയർ, എക്സിന്റെ താഴെ വലിയ നമ്പർ, എസ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതാണ് നമ്മോട് ചോദിച്ചിരിക്കുന്ന എലിപ്സിന്റെ ഇക്വേഷൻ. ഈ എലിപ്സ് 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത്? സിൻസ് 1 പാസസ് ത്രൂ, 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതിലെ ഒന്നാമത്തെ പോയിന്റ് 4-3 പാസ് ചെയ്യുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? 4-3 ഈ എലിപ്സ് പാസ് ചെയ്യുമ്പോൾ എക്സിന് 4ഉം വൈക്ക് 3ഉം കൊടുത്താൽ കറക്റ്റ് കിട്ടണം. അപ്പൊ എക്സിന് ഞാൻ ഇവിടെ 4 കൊടുക്കുമ്പോൾ 4 സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് 16 ബൈ എ സ്ക്വയർ പ്ലസ് വൈക്ക് 3 കൊടുക്കുമ്പോൾ 3 സ്ക്വയർ ബൈ ബി സ്ക്വയർ, ദാറ്റ് ഈസ് 9 ഡിവൈഡ് ബൈ ബി സ്ക്വയർ. 9 ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. അതേപോലെ ഈ എലിപ്സ് എതിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. സിൻസ് 1 passes through, since 1 passes through 4-3 കഴിഞ്ഞിട്ട് -1 4 -1 പാസ് ചെയ്യുന്നത് കൊണ്ട് എക്സിന് ഞാൻ -1 കൊടുക്കുമ്പോൾ 1 ഡിവൈഡ് ബൈ എ സ്ക്വയർ എന്ന് വരും. പ്ലസ് പിന്നെ വൈക്ക് ഞാൻ 4 കൊടുക്കുമ്പോൾ 16 ഡിവൈഡ് ബൈ ബി സ്ക്വയർ എന്ന് വരും. 16 ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനാണ്. നമുക്ക് എന്താ നമ്മുടെ എലിപ്സിന്റെ മൂന്നാമത്തെ ഇക്വേഷൻ? എന്താ എലിപ്സിന്റെ ഇക്വേഷൻ? എലിപ്സിന്റെ ഇക്വേഷൻ എ സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ 1 ആണ്. എ സ്ക്വയറും ബി സ്ക്വയറും കണ്ടുപിടിക്കണം. 2ഉം 3ഉം ഇക്വേഷനുകൾ സോൾവ് ചെയ്ത് എ സ്ക്വയറും ബി സ്ക്വയറും കണ്ടുപിടിക്കണം. എന്താ അതിനുള്ള ഒരു ടെക്നിക്ക്? യെസ്, ഇക്വേഷൻ 2 നമ്മൾ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇക്വേഷൻ 3 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 ബൈ എ സ്ക്വയർ ഇവിടെ വരും. എന്നിട്ടോ ഇക്വേഷൻ 2 അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഇക്വേഷൻ 3 കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിലുള്ളത് കൊണ്ട്. ഇക്വേഷൻ 3 ഞാൻ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഇക്വേഷൻ 2 എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്യുന്നു. അതാണ് നമുക്കിനി വേണ്ടത്. ഇപ്പുറത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇക്വേഷൻ 3 ഞാൻ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 ഡിവൈഡ് ബൈ എ സ്ക്വയർ എന്ന് വന്നു ആദ്യത്തെ ടേം. പിന്നെ 16 ബൈ ബി സ്ക്വയർ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 256 ബൈ ബി സ്ക്വയർ എന്ന് വന്നു. ഓക്കെ, ഈക്വൽ ടു 1 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പൊ 16 റൈറ്റ് സൈഡിൽ വന്നു. മൈനസ് ഇക്വേഷൻ 2 ആരാ? 16 ബൈ എ സ്ക്വയർ പ്ലസ് 9 ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഇനി സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 16 ബൈ എ സ്ക്വയർ ക്യാൻസൽ ചെയ്തു. 256 9 പോയി കഴിഞ്ഞാൽ 247. 247 ബൈ ബി സ്ക്വയർ ഈക്വൽ 15 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ബി സ്ക്വയർ ആരാണെന്ന് കിട്ടും. ആരാ ബി സ്ക്വയർ വരുന്നത് നോക്കൂ നിങ്ങൾ. ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 247 ബൈ 15 എന്ന് കിട്ടി. ഓക്കെ, ബി സ്ക്വയർ ഈക്വൽ 247 ബൈ 15. ഇനി എ സ്ക്വയർ കൂടി കിട്ടിയ പോലെ. എങ്ങനെ എ സ്ക്വയർ കിട്ടുക? ഇക്വേഷൻ
2 കണ്ടോ നിങ്ങൾ? ആ ഇക്വേഷൻ 2-ൽ നമ്മൾ ബിയുടെ വാല്യൂ അങ്ങ് കൊടുത്താൽ മതി. ഇക്വേഷൻ 2-ൽ ബി സ്ക്വയറിന്റെ വാല്യൂ കൊടുത്താൽ മതി. ഓക്കെ, ഇക്വേഷൻ 2-ലല്ല ഇക്വേഷൻ 3-ൽ. അപ്പോൾ ഇക്വേഷൻ 3 ബിക്കംസ്, ഇക്വേഷൻ 3-ൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കൂ. ബി സ്ക്വയർ ഞാൻ കൊടുക്കുമ്പോൾ 1/a² പ്ലസ് 16/b². ബി സ്ക്വയർ ആരാ? 247/15. അപ്പൊ 16 × 15 240 എന്ന് വരും. ഓക്കെ, ഡിവൈഡ് ബൈ 247 ഈക്വൽ ടു 1 എന്ന് വന്നു. ഇത് സോൾവ് ചെയ്യാം. 1/a² ഈസ് ഈക്വൽ ടു 1 മൈനസ് 240 മൈനസ് 247. 240 247 240 കുറച്ചാൽ 7/247 എന്ന് വരും. 7 ഡിവൈഡ് ബൈ 247 മൈനസ് 247 ഡിവൈഡ് ബൈ 247. അപ്പോൾ 1/a² ആയത്. അപ്പോൾ a² ആരാ? ദെർഫോർ a² ഈക്വൽ ടു, അതിന്റെ ബാക്കി ഞാൻ ഇപ്പുറത്ത് എഴുതുന്നുണ്ട് കേട്ടോ. ദെർഫോർ a² ഈക്വൽ ടു നേരെ റെസിപ്രോക്കൽ എടുത്താൽ മതി. a² ഈക്വൽ ടു 247 ഡിവൈഡ് ബൈ 7 ആയി. അപ്പൊ a² ബി സ്ക്വയർ ഒക്കെ കിട്ടിയില്ലേ? ദെർഫോർ ഇക്വേഷൻ 1 ബിക്കംസ്, ഇക്വേഷൻ 1 ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ 1 ബിക്കംസ് a²/a². അപ്പൊ a² ഡിവൈഡ് ബൈ a² 247/7 അല്ലേ? അത് ഭംഗിയിൽ എഴുതുമ്പോൾ 7x² ഡിവൈഡ് ബൈ 247 എന്ന് വരും. ഓക്കെ, പ്ലസ് അടുത്തതോ 15y². ബി സ്ക്വയർ ഞാൻ റീപ്ലേസ് ചെയ്യാം. 15y² ഡിവൈഡ് ബൈ 247 ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, 247 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7a² പ്ലസ് 15y² ഈക്വൽ 247 എന്നാണ് ആൻസർ വരിക. നല്ല ചോദ്യമാണ്. ചോദിക്കുകയാണെങ്കിൽ 4 മാർക്ക് മിനിമം ഉണ്ടാവും. കൃത്യമായിട്ട് പഠിക്കുക. ഇതിന്റെ സോൾവിങ് ചെറിയ ക്ലാസ് പഠിക്കുന്ന കാര്യമാണ്. ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പരിമിതമായ സമയമായതുകൊണ്ട് കൂടുതൽ സമയം എടുത്ത് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. നോക്കൂ, ഒരു ചിത്രം തന്നിട്ടുണ്ട്. എയുടെ കോർഡിനേറ്റ് 0, 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പോയിന്റ് എലിപ്സിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. PF1 പ്ലസ് PF2 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. എലിപ്സിന്റെ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. ശ്രദ്ധിക്കൂ നിങ്ങൾ, എന്തായിരിക്കും ഈ എലിപ്സിന്റെ ഇക്വേഷൻ? ഈ എലിപ്സ് കണ്ടാൽ അറിയാം എക്സിലേക്കാണ് കൂടുതൽ അല്ലെ? എക്സിലേക്കാണ് കൂടുതൽ. അപ്പോൾ എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x²/a² പ്ലസ്, ഇതെല്ലാവർക്കും എഴുതാലോ, y²/b² ഈക്വൽ 1. ഇനി നമുക്ക് a² b² ഒക്കെ കണ്ടുപിടിക്കണം. അതിന് കോർഡിനേറ്റ്സ് ഓഫ് എ തന്നിട്ടുണ്ട് അല്ലെ? കോർഡിനേറ്റ്സ് ഓഫ് എ തന്നിട്ടുണ്ട്. ആരാ എയുടെ കോർഡിനേറ്റ്? 0, 3 ആണ്. എന്താ ശരിക്കും എയുടെ കോർഡിനേറ്റ്? യെസ്, 0b ആണ്. അപ്പൊ b ഈക്വൽ 3 എന്ന് കിട്ടും. b² ഈക്വൽ എത്ര കിട്ടും? 9. അപ്പൊ b² കിട്ടി. ഇനി a² കിട്ടിയാൽ മതി. a² എങ്ങനെ കിട്ടുക? PF1 പ്ലസ് PF2 ആരാ? PF1 പ്ലസ് PF2 10. PF1 പ്ലസ് PF2 ആരാണെന്ന കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്? ദാ പി പോലെ തന്നെ അല്ലേ എയും? F1 പ്ലസ് F2 2a ആണല്ലോ. അപ്പൊ PF1 പ്ലസ് PF2 2a ആണ്. ഇപ്പൊ 2a ഈക്വൽ ടു 10. അതിൽ നിന്ന് a ഈക്വൽ ടു 5 ആണെന്നും a² ഈക്വൽ ടു 25 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ a² 25, b² 9. അപ്പൊ ഇക്വേഷൻ 1 എന്താവും? ദെർഫോർ ഇക്വേഷൻ 1 becomes a²/a², a²/25, y²/b², y²/9 ഈക്വൽ ടു 1. a²/25 പ്ലസ് y²/9 ഈസ് ഈക്വൽ ടു 1 ആണ് എലിപ്സിന്റെ ഇക്വേഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ചേക്കാം. അപ്പൊ ഞാൻ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ എ പറഞ്ഞു. ഇനി അതിന്റെ ഫോക്കസും അതിന്റെ ലാറ്റസ് റെക്റ്റവും അതിന്റെ എക്സെൻട്രിസിറ്റിയും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇത് നമ്മൾ ചെയ്ത അതേ ചോദ്യമാണ്. ആ ഭാഗം ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. അത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇടയ്ക്ക് 2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ 2 ചോദ്യങ്ങളാണ് അസൈൻമെന്റ്. അതിന്റെ സൊല്യൂഷൻ ഒന്നും ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിക്കേണ്ടതില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എലിപ്സ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോണിക് സെക്ഷനിലെ ഭാഗം ഞാൻ പരമാവധി വിശദമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കണം. ഇനി അടുത്ത ക്ലാസ് ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രിയാണ്. അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.